हेलो। നമസ്തേ ലിയാഖത്ത് ഭായ്. നമസ്തേ. ഞാൻ ഒരുപാട് കാലമായി വിളിക്കുന്നത്. എൻ്റെ പേര് പുഷ്കരൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആ താങ്കൾ ഇപ്പോ തിരക്കിലാണോ? തിരക്കിലാണെങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാം. അല്ല, പറഞ്ഞോളൂ. താങ്കളുടെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. ആ എനിക്ക് താങ്കളോട് താങ്കൾ പറയുന്ന കാര്യത്തില് തെറ്റിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായില്ല. ഞാൻ പറയുന്ന ആ, കാര്യത്തില് തെറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഉം. ഞാൻ 20 വയസ്സിൽ നാട് വിട്ട് വന്നാണ്, ബാംഗ്ലൂരാണ്. ആ എനിക്ക് ഈ കാര്യത്തെ പറ്റിയിട്ടല്ല സംസാരിക്കാനുള്ളത്. ഉം. ഞാൻ 40 വർഷം ബാംഗ്ലൂരായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഒരു 4 വർഷം കേരളത്തിൽ വന്നു. ഉം. ചെറിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് ഉം. തുടങ്ങി. പക്ഷെ നിങ്ങൾ പറയുന്ന സാമൂഹിക നീതിയും കാര്യങ്ങളൊന്നും കേരളത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഉം. ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് നമ്മളുടെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. ഉം. ഞാൻ ഇപ്പോ കർണാടകയിലെ ബാംഗ്ലൂരത്തെ കാര്യവും കേരളത്തിലെ കാര്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അനീതികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, പല കാര്യത്തിലും. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഒന്നാമത് ഇത് പൊളിറ്റിക്സ് ആണ് നിങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമല്ല പറയുന്നത്. ഞാൻ ഇപ്പം ഞങ്ങള് ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രാഷ്ട്രീയമായാലും നമ്മൾക്ക് ഒരു പ്രശ്നങ്ങളില്ല. അവിടെ ജാതി മതത്തിനാലും ബാംഗ്ലൂർ സിറ്റി ആണോ ഉദ്ദേശിക്കുന്നത് അതോ കർണാടക സ്റ്റേറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? കർണാടക സ്റ്റേറ്റ് എന്നല്ല, പൊതുവെ കർണാടക. ഞങ്ങളിവിടെ ബാംഗ്ലൂർ ഒരു 15 ലക്ഷത്തോളം മലയാളീസ് ഉണ്ടെന്ന് എൻ്റെ അറിവ്. കേരള സമാജവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അപ്പൊ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടില് എന്നും പ്രശ്നങ്ങളാ. ഞങ്ങളിവിടെ 15 ലക്ഷം മലയാളീസ് ഉണ്ട്. ഒരാളും കള്ളു കുടിച്ച് മറ്റുള്ള മെക്കെട്ട് കയറാൻ പോവുക, അല്ലെങ്കിൽ കള്ളു കുടിച്ചിരുന്ന് കത്തിക്കുത്തുണ്ടാക്കുക, അല്ലെങ്കിൽ വിചാരം ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ റേപ്പ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ പത്രവാർത്തയില്? എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം അല്ലാണ്ട് ഇത് നാട്ടിൽ എന്ത് കഴിഞ്ഞാലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ തള്ളി പറയും. അതോടുകൂടി കഴിഞ്ഞു. ഇത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലൂടെ കാണുന്നതുകൊണ്ടാണ്. കേരളത്തിലെ ക്രമസമാധാന പ്രശ്നം ബാംഗ്ലൂർ പോലെയുള്ള സിറ്റി, കർണാടകത്തിൽ ഭയങ്കര സാമൂഹ്യ നീതിയാണെന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന കൈയാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, താങ്കളത് കാഴ്ചപ്പാടുകളാണ്. നമ്മൾ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ പിന്നെ ഗവൺമെന്റ് സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഏതൊക്കെ തരത്തിലാന്നൊക്കെ നമുക്കും ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. സാധാരണക്കാരാണ്. ഇവിടെ ഞാൻ എന്ത് ബിസിനസ് സാധാരണക്കാർ ചെയ്യലും ഗവൺമെന്റ് വന്നിട്ട് അതിനെ പ്രഷർ ചെയ്ത് അത് ചെയ്യണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം, ആ ലൈസൻസിലെ ഈ ലൈസൻസിലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ബേസ് ആയിട്ട് ഞാനൊരു 2 വീലർ മെക്കാനിക്കാണ്. ഞാൻ 20 വർഷം ഇവിടെ കട നടത്തിയിരുന്നു. ഓക്കെ. അതേ ഇപ്പൊ ഈ ലൂസ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അതായത് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസ്, ഒന്നിനും ഒരു സ്ട്രിക്ട്നെസ് ഇല്ലാത്ത സിസ്റ്റംസ്, അത് ഈ പോലീസ് കേസിലും പോലീസ് പരാതി സ്വീകരിക്കുന്നതിലും കേസെടുക്കുന്നതിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ അടിപിടിയൊന്നും ഇല്ല, കത്തിക്കുത്തും കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തമാശയായിട്ടല്ലേ തോന്നുക. കാരണം അവിടെ ഇവിടുത്തെ പോലെ ഞാൻ പറയാം, ഇവിടുത്തെ പോലെ അല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ എല്ലാത്തിനും വിസിബിലിറ്റി ഉണ്ട്, എല്ലാ ആളുകളും അറിയും. അവിടെ നമ്മൾ ഈ വലിയ സിറ്റികളിലുള്ള ആ ഒരു വിസിബിലിറ്റിക്ക് അപ്പുറത്തേക്ക് ഗ്രാമപ്രദേശങ്ങളൊക്കെ ആ ഗ്രാമങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഗ്രാമമൂപ്പന്മാരുണ്ടാവും. തമിഴ്നാട്ടിൽ പോയാൽ പോലും ഈ സാധനങ്ങളൊക്കെ. ഒരു മിനിറ്റ് ഞാൻ ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളിലും, ഓൾമോസ്റ്റ് ഗ്രാമങ്ങളിലും ഞാൻ പോയിട്ടുള്ള ആളാണ്. എനിക്ക് കണക്ഷൻസ് ഉണ്ട്. അല്ല, അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണെന്ന് പറയാം. കാഴ്ചപ്പാടല്ല. നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റിന്റെ വിമർശിക്കണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. മദ്യ നയം എന്താണ് നിങ്ങൾ പറയാം. എല്ലാവരും മദ്യം കഴിക്കുന്നുണ്ട്. ഒരുവിധ ആൾക്കാർ നാട്ടിൽ, ഇവിടെ കൂടുതൽ ആൾക്കാർ മദ്യം കഴിക്കുന്നത് കേരളത്തിലുണ്ട്. പക്ഷെ
ഒരു സാധാരണ ഒരു മനുഷ്യന്, ഒരു കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് മദ്യം കഴിക്കുന്നത്, കുറച്ച് അവന്റെ റിലാക്സിന് കുറച്ച് മദ്യം കഴിക്കണേ ഒരു മിനിമം ഒരു 250 രൂപ ഇല്ലാണ്ട് അവന് മദ്യം കഴിക്കാൻ പറ്റില്ല. ഇവിടെ നല്ല ക്വാളിറ്റി മദ്യം അവന് 90 ml 40 റുപ്പീസ്. എത്രയാണ് ഒരാളുടെ സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ വേജ് എത്രയാണ് അവിടെ? ഇപ്പൊ 750 800 റുപ്യ ഉണ്ട്. 800 റുപ്യ വരെ ഉണ്ട്. ഇവിടെ 1000 1200 റുപ്യ ആളെ കിട്ടൂല. അത് കൂടുതലാണ്. ഞാൻ അവിടെ നമ്മുടെ ജീവിത നിലവാരം, സാമൂഹ്യാവസ്ഥ എന്നൊക്കെ പറയുന്നത്, ഇവിടുത്തെ വില നിലവാരം എന്നൊക്കെ പറയുന്നത് കുറെ കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇരിക്കുക. ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ട്രേഡ് യൂണിയൻ ഇഷ്യൂസ് ഇവിടെ കൂടുതലാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന നൂലാമാലകളൊക്കെ എനിക്കുണ്ട്. പക്ഷെ അത് പല കാര്യങ്ങളും അതിന്റെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നാളെ ഇതിനൊരു പ്രശ്നം വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള കയ്യും കണക്കൊക്കെ ഉണ്ടാവാനും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്ന രീതിയിൽ ഓരോ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അതിന് വേണ്ട ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് 8 9 ലൈസൻസോ 10 ലൈസൻസോ വേണം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിന്. അപ്പൊ ഇത് നമ്മൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അത് നമ്മൾ എടുക്കുക. അതിൽ പലതും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, പലതും സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ അത് ചില ആളുകൾക്ക് അത് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് അതൊന്നും ചെയ്യാതെ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ അല്ല ഞാൻ പറയുന്ന വെച്ചാല്, അപ്പൊ ഈ ട്രേഡ് യൂണിയൻ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ നോക്ക് കൂലി പോലത്തെ വൃത്തികെട്ട ഏർപ്പാടുകൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു സ്ത്രീ അതിനെ പറ്റിട്ട് പ്രതികരിക്കാൻ എന്ത് വന്നാലും അവിടെ രാഷ്ട്രീയമാണ്. അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ വാർത്തയും ആവുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. വാർത്തയായിട്ട് എന്താ കാര്യം? അതിനൊരു പരിഹാരം കാണുന്നില്ല. പ്രശ്നങ്ങൾ ഒട്ടും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് പല മേഖലകളിൽ നമ്മൾ മുന്നിലായിരിക്കും, പല മേഖലകളിൽ നമ്മൾ ഭയങ്കര അബദ്ധമായിരിക്കും. ഇപ്പൊ ഇവിടുന്ന് പല ആൾക്കാരും ഈ മാനുഫാക്ചറിങ് ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ പല കാരണങ്ങൾ കൊണ്ട് ഇവിടുന്ന് വിട്ടിട്ട് കർണാടകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലും, കർണാടകത്തിൽ പോകുന്നേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പം ഹൈദരാബാദിലേക്കും തെലങ്കാനയിലേക്കും തമിഴ്നാട്ടിൽ തന്നെ എപ്പോഴും പോയി ബിസിനസ്സുകൾ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിന് പല റീസൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ അവിടെ പിന്നെ ഈസി ആയിട്ടുള്ള ചീപ്പ് ലേബേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഗവൺമെന്റ് തലത്തിലുള്ള സബ്സിഡികൾ, ഇപ്പൊ കറണ്ടിന്റെ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതേപോലെ ലിവിങ് കോസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഈ ട്രേഡ് യൂണിയൻ ആണ് ഇവിടെ നമ്മളുള്ള കുറെ വലിയ പ്രശ്നങ്ങൾ, പിന്നെ കുറച്ച് ചുവപ്പ് നാട പ്രശ്നങ്ങളും ഉണ്ട്. അത് ശരിയാണ്. അതൊരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട്. പുതിയൊരു സംരംഭം തുടങ്ങാനും മുന്നോട്ട് പോകാനും ഒക്കെ പല പ്രയാസങ്ങളും ഇവിടെ ഉണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പത്തെ യൂസഫ് അലിയുടെ ഏതോ തൃശ്ശൂരിലെ അപ്പൊ അതിൽ പലതും ജെനുവിനുമാണ്. ഇപ്പൊ യൂസഫ് അലിയുടെ തൃശ്ശൂരത്തെ കേസിൽ അവിടെ പരാതി കൊടുത്തിരിക്കുന്നത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരാണ്, സാധാരണ മനുഷ്യന്മാരാണ് നാട്ടിലത്തെ. അപ്പൊ അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരിക്കും. പക്ഷെ ആ കേസ് കോടതിയിലാണ്. അത് ജെനുവിൻ പരാതിയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ സാധാരണക്കാരന് ഒരു 10 സെന്റ് വീട് വെക്കാൻ പോലും നിലം നികത്താൻ പറ്റാത്തടത്ത് പിന്നെ വലിയ ഇൻഡസ്ട്രികൾ വരിക എന്ന് പറയുന്നത്, അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ആളുള്ളതുകൊണ്ടാണ് പലതും ഈ ചുവപ്പ് നാടിലേക്ക് പോകുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും ചോദിക്കാനും പറയാനും ആളൊന്നുമില്ല. ഗവൺമെന്റ് തീരുമാനിക്കുന്നു, കോർപ്പറേറ്റുകൾ വരുന്നു, അവിടെ ചെയ്യും. അവിടെ അതിന് എതിർ ശബ്ദങ്ങൾക്കൊക്കെ ഒരു പരിമിതി ഉണ്ടാവും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ഉണ്ടാവുന്നവരെ. അപ്പൊ നമ്മളിപ്പോ ഇത് വെച്ചിട്ട് കേരളം കമ്പയർ ചെയ്ത്, ഇപ്പൊ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഞാൻ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മലയാളീസ് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരുപാട് കേരള സമാജം അങ്ങനെയുള്ള മലയാളി സംഘടനകളുണ്ട്. ഇതിനൊന്നും ഇവിടെ ഓണാഘോഷ പരിപാടിക്ക്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുന്നിലത്തെ ഓണാഘോഷം ഞങ്ങള് കണ്ടോൺമെന്റ് സോൺ എന്ന് പറഞ്ഞിട്ട് ഓണാഘോഷ പരിപാടിക്ക് ഞങ്ങള് അവിടുത്തെ സാംസ്കാരിക മന്ത്രിമാരൊക്കെ വരും. അവര് പറയുന്ന കാര്യങ്ങള് ഞങ്ങളെ പറ്റിയിട്ട് ഒരു കാര്യം അവര് പറയില്ല. അവര് അവിടേക്ക്, അതായത് ഞങ്ങൾ അങ്ങോട്ട് ചെയ്യണം എന്നുള്ള ചിന്താഗതിയിൽ അവർ സംസാരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇപ്പോ നമ്മൾ ഓരോ സമുദായത്തിൽ നിന്നും അവർക്ക് ഇതുണ്ടാവുക, പ്രളയം എന്ത് കാര്യം ഉണ്ടായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ്. ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ ഈ പ്രവാസികളാണ്, ഇവിടെ ഇത്ര വർഷമായിട്ടുണ്ട്, അതിനെപ്പറ്റി ഒരു സംസാരിക്കാനോ ഒന്നിനും അവർക്ക് ഒരു താല്പര്യമില്ല. ഞാൻ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഓരോ വ്യക്തികൾ ജീവിക്കുന്ന പ്രതലങ്ങളും വ്യക്തികൾ ജീവിക്കുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പല പരിമിതികളും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതൊക്കെ സ്പെസിഫിക് കേസുകളാണ്, ഓരോരോ വിഷയങ്ങളാണ്. അതിൽ നമ്മൾ ജനറൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ കർണാടകം ഭയങ്കര മികച്ച ജീവിത നിലവാരമുള്ള സംസ്ഥാനം,
കേരളം വളരെ മോശമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്തായാലും എനിക്കില്ല. എല്ലാ കാര്യത്തിലും എന്ത് വന്നാലും രാഷ്ട്രീയം, എന്ത് വന്നാലും ഞാൻ എന്ത് ജോലി എടുക്കാനും താല്പര്യമുള്ള സാധാരണക്കാര്, ജോലി എടുത്ത് ജീവിക്കാനുള്ള ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജോലി എടുത്ത് ജീവിക്കും. അവർക്ക് ഒരു പ്രശ്നങ്ങളും അവർ കൊടുക്കുന്നില്ല. ഏത് ഗവൺമെന്റ് വന്നാലും. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു ഗവൺമെന്റ് പറയാം. ഞാൻ 40 വർഷമായിട്ട് ഇവിടെ, ഞാൻ വരുന്ന കാലത്ത് ഇവിടെ എന്താ പറയാ, മറ്റേ രാമകൃഷ്ണ ഹെഗഡയുടെ ഭരണകാലമായിരുന്നു. അന്ന് ജനതാദള് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് മാറിയാണ്. ഇപ്പൊ ആകെ ഉള്ളത് 2 പാർട്ടിന്, കോൺഗ്രസും BJP യും. ഇത് 3 മാസമാണ് ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമുള്ളൂ. ഏതാൾക്കാരായാലും സാധാരണക്കാർക്ക് 3 മാസം രാഷ്ട്രീയമുള്ളൂ. അത് കഴിഞ്ഞാൽ രാഷ്ട്രീയം ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും കാരണം അങ്ങനെ ഞാൻ പറഞ്ഞത് ഓരോ ഒരു മിനിറ്റ് ഒരു എക്സാമ്പിൾ പറയണത്. ഞാൻ താമസിക്കേണ്ട അടുത്ത് തന്നെ സെക്രട്ടേറിയറ്റ് ഉള്ളത്, അതായത് വിധാൻ സൗധ എന്ന് പറയും. ഞാൻ 40 വർഷമായി വന്നിട്ട് ഇതേവരെ ഇവിടെ ഈ എന്താ പറയാ ജലപീരങ്കി ഉപയോഗിക്കലും വിധാൻ സൗധയുടെ മുന്നിൽ തല്ലും വഴക്കും അതും ഇതുണ്ട്, ഒരു പ്രശ്നങ്ങളില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും. കാരണം ജനങ്ങൾക്ക് സംഭവം തന്നെയാണ്. താങ്കൾ അവിടെ ഇരിക്കുന്നവരുണ്ട്. താങ്കൾ കേരളത്തിൽ നിന്ന് കേരളത്തിലെ കാര്യങ്ങൾ താങ്കൾക്ക് വരെ പറയാനായിട്ടുള്ള ഗട്ട്സ് ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ താങ്കള് മതവിമർശനമല്ല, രാഷ്ട്രീയക്കാർ വന്ന് തല്ലിക്കൊല്ലും. മനസ്സിലുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ അല്ലല്ല ഞങ്ങൾക്ക് ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ഉദാഹരണം ഒരു പ്രദേശത്ത്, ഒരു സംസ്ഥാനത്ത് ആളുകള് 3 മാസം, അതായത് നിങ്ങൾ പറയുന്ന 3 മാസം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം എന്നാണ് ഈ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ആളുകൾ രാഷ്ട്രീയം സംസാരിക്കുന്നുള്ളൂ. ആ സമയത്ത് മാത്രമാണ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാലത്ത് ആളുകൾ ഇങ്ങനത്തെ ഒന്നും നടക്കുന്നില്ല, സമരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും അവനവന്റെ കാര്യം നോക്കി ജോലിയെടുത്ത് ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ അതിനുള്ള സാഹചര്യം ഇല്ലാന്നും കൂടിയാണ് അർത്ഥം. കാരണം കേരളത്തിലെ മാര് ജോലിയും പണിയില്ലാണ്ട് ഇതിന് മാത്രം എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തില് ബംഗാളിസം സാഹചര്യമൊക്കെ ഉണ്ട് ഇപ്പോ. പണി എടുക്കാണ്ട് കിടന്ന് നടക്കുക, വൈകുന്നേരം കള്ളുടിക്കണം എന്നുള്ള തീരുമാനത്തിൽ നടക്കണ്. കേരളത്തിലെ മലയാളികൾ ഫുള്ള് കള്ളുടിക്കുന്നവരും തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ആൾക്കാർ കള്ളുടിക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ട് നോക്കുന്നു നോക്കില്ല. ഞാൻ 4 വർഷം ഒരു മിനിറ്റ്, ഇതാണ് തർക്കിക്കേണ്ട വിഷയം. ഇതാണ് തർക്കിക്കേണ്ട വിഷയം. നിങ്ങൾ കർണാടകത്തിൽ ഏത് ഭാഗത്താണ് താമസിക്കുന്നത്? ഞാൻ ബാംഗ്ലൂർ സിറ്റിയിൽ. നിങ്ങൾ അർബൻ സിറ്റി പോയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് ആളുകൾ ജീവിക്കുന്ന നിലവാരം എങ്ങനെയാണ്? അവിടുത്തെ ഒരു വീടുകളൊക്കെ എങ്ങനെയുള്ളത്? എല്ലാ വീടുകളും നമ്മുടെ നാട്ടിൽ ഗ്രാമത്തിൽ എങ്ങനെയുണ്ട് അതേമാതിരി തന്നെ വീട്. ഞാൻ പറയാം, ഞാൻ ഓരോ ആളുകളുടെ ജീവിത നിലവാരം, ഒരു മിനിറ്റ്, വിദ്യാഭ്യാസം ഈ ബാംഗ്ലൂർ സിറ്റിക്ക് ഹലോ ലിയാഖത്ത് ഭായി, എന്നോട് തർക്കിക്കുന്നതിലെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ മതവിമർശനം നടത്തുന്നല്ലോ. ഇഷ്ടംപോലെ ആൾക്കാർ സാമൂഹിക ജീവിതമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മതം വിട്, മതത്തിന്റെ കഥ വിട്. ആരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, വിശ്വസിച്ചോട്ടെ, ആരെന്ത് വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ. പക്ഷെ നിങ്ങൾ ഞാനും കൂടി രാഷ്ട്രീയം പറയണമെന്നാണ് നിങ്ങൾ പറയണേ? ഇല്ല. സാമൂഹിക ജീവിതം സാധാരണക്കാരന് ഒരു വീട് വെക്കണമെങ്കിൽ അവൻ എന്താ പറയാ, ഞാൻ അവിടെ വന്നിട്ട് ഒരു ഗ്യാരേജ് തുടങ്ങാൻ, എന്റെ 2 വീലർ ഒരു ഗ്യാരേജ് തുടങ്ങാനായിട്ട് ഞാൻ പഞ്ചായത്തിൽ കയറിറങ്ങി അവരെന്താ പറയുന്നറിയോ, 3 ടോയ്ലറ്റ് വേണം, 3 ടോയ്ലറ്റ്, എത്ര സ്ക്വയർ ഫീറ്റില്, എത്ര ജോലിക്കാർ, എത്ര ജോലിക്കാരുള്ള, എത്ര വലിയ ഗ്യാരേജ് ഞങ്ങൾ ഉദ്ദേശിച്ചത്? 1000 സ്ക്വയർ ഫീറ്റില്. എത്ര തൊഴിലാളികളില്ല. തൊഴിലാളികളില്ലാതെ ഞങ്ങൾ 3 പേരുള്ളൂ. ഞങ്ങൾക്ക് തൊഴിലാളികളില്ല. ഞങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ നോക്കൂ, അവിടെ ആണെങ്കിൽ നമുക്ക് 1500-2000 സ്ക്വയർ ഫീറ്റ് ഗ്യാരേജ് തുടങ്ങാൻ ഒറ്റ ബാത്റൂം ആവശ്യമില്ലാന്ന് ചിലപ്പോ വരും. ഇല്ല, അതിന് 3 ബാത്റൂം. അതിനൊരു കാര്യമാണ്. ഞാനൊരു കാര്യം, ആശുപത്രിയാണെങ്കിൽ ഒരു ആശുപത്രിയാണ്, ഒരു മിനിറ്റ്, ഒരു ആശുപത്രിയാണെങ്കിൽ ക്ലിനിക് ആണെങ്കിൽ രോഗികൾ വരുന്ന അവർക്ക് മൂത്രമൊഴിക്കാൻ പോണ്ടി വരും പെട്ടെന്ന്. ഇത് ഒരു ഗാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം അവിടെ വരുന്ന ഒരു ചിന്ത വേണം. ഭൂരിഭാഗം ആണുങ്ങളാണ് കൂടുതൽ വരിക. ആണുങ്ങൾ വരുമ്പോ അവർക്ക് നോക്കൂ, ഇതൊക്കെ കേരളത്തിന്റെ പോരായ്മയായിട്ടാണ്. അതായത് ഇപ്പൊ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോ
അവിടെ തൊഴിലാളികൾക്കും അവിടെ വരുന്ന ആളുകൾക്കും ആവശ്യമുള്ള പാർക്കിംഗ് വേണം. ഇപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ ഇത്ര അടി റോട്ടിൽ നിന്ന് മാറി പോകണം. ഏത് ബിൽഡിംഗ് വെക്കുമ്പോൾ പാർക്കിംഗ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. 3 നിലയുടെ മുകളിലേക്ക് ബിൽഡിംഗ് പണിയണമെങ്കിൽ ലിഫ്റ്റ് നിർബന്ധമായിട്ട് വെക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ റെഗുലേഷൻസ് ഇവിടെ ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു പോരായ്മയായിട്ടും ഇത് ഭയങ്കര പ്രശ്നമായിട്ടല്ലേ നിങ്ങൾ കാണുന്നേ? അല്ലാന്ന് ഞാൻ വലിയ ആൾക്കാരെ ലുലു മാളുടെ വലിയ ആൾക്കാർ യൂസഫ് അലിയുടെ കഥയല്ല പറയണേ. യൂസഫ് അലിയുടെ കഥ യൂസഫ് അലിയുടെ കഥയല്ല. നമ്മളിപ്പോ ഞാനിപ്പോ എനിക്കൊരു 5 സെന്റ് സ്ഥലം, ഒരു 10 സെന്റ് സ്ഥലം എനിക്കുണ്ടെന്ന് വിചാരിച്ചു റോഡ് സൈഡില്. ഞാൻ അവിടെ ഒരു ബിൽഡിംഗ് കെട്ടാണ്. അപ്പൊ 4 നില ബിൽഡിംഗ് ഞാൻ പൊക്കി കെട്ടണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് ലിഫ്റ്റ് വേണം എന്ന് ഇവിടുത്തെ ബിൽഡിംഗ് റൂളാണ്. ആയിക്കോട്ടെ, അതെല്ലാം അവിടെ ഉണ്ട്. ഇവിടെ റൂൾസ് ഇല്ല. ഒരു മിനിറ്റ്, ഇവിടെ റൂൾസ് ഇല്ല, ലിഫ്റ്റ് വേണമെന്ന റൂൾസ് ഇല്ല. അതാ പറഞ്ഞേ. അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കര പുരോഗതിയായിട്ടും പറയാനില്ലല്ലോ. ഇല്ല ലിഫ്റ്റ് ഇവിടെ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്തായിട്ടാ കാണുന്നത്? ഇപ്പൊ ഇവിടെ ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസ്, ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, ഇത് അനാവശ്യമായിട്ടുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ടം കറക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല ഞാൻ ചോദിക്കണേ. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് നിങ്ങളെ കാഴ്ചപ്പാട് എന്താ? അപ്പൊ നിങ്ങൾ ഒരു 1000-1500 സ്ക്വയർ ഫീറ്റിൽ ഗ്യാരേജ് പണിയുമ്പോ അവിടെ ബാത്റൂം വേണം എന്ന് അവിടെ ഹെൽത്തിന്റെ ആൾക്കാർ പറയാണ്, പഞ്ചായത്ത് വേണം. ഞാൻ ഇല്ല എന്ന് പറയില്ല. 3 മാത്രം കമ്പൾസറി 3 ചെയ്തില്ലെങ്കിൽ പെർമിഷൻ ഇല്ല പഞ്ചായത്തിൽ നിന്ന്. എന്തിനാണ് ഒരു ബാത്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം, അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഒരു ഹോസ്പിറ്റലാണോ നിങ്ങൾ സംസാരിക്കുന്ന കേരളത്തിലെ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. പറയട്ടെ, 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഗ്യാരേജിന് ഇന്ന സംഗതികൾക്ക് സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഇത് ഇവിടുത്തെ എന്ത് നിയമം? നമുക്ക് ഒരാള് നമ്മൾ അതിന്റെ സാഹചര്യം നോക്കണം. നിങ്ങൾ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനല്ല ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇല്ല. നിയമങ്ങൾക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇവിടെ ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരാൾക്ക് ഗ്യാരേജ് പിന്നെ വർക്ക്ഷോപ്പ് ഒക്കെ പണിയാണ് ചെയ്യുക, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യോ? എന്ത് 1000 സ്ക്വയർ ഫീറ്റിൽ വലിയ ഗ്യാരേജ് പണിയുന്ന സമയത്ത് ചങ്ങാതെ വണ്ടി നിങ്ങൾ ഇതാണ് ചിന്താഗതി. ലുലുമാളില് ചെയ്യുന്നതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ്. ഞങ്ങളെ പോലെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് സംസാരിക്കണം. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് കടവും കള്ളിയും പലിശക്ക് പൈസ എടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഞാനും. ഇതുമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു ഇത് വേണ്ടേ, ഒരു മാന്യത വേണ്ടേ? താങ്കളോടല്ല പറയുന്നത്, താങ്കളുടെ മാന്യതയോടല്ല ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഒരു മൂന്ന് ബാത്റൂം എന്തിനാണ് നിങ്ങളൊന്ന് ആലോചിച്ചു. അല്ല, നിങ്ങളോട് ആരാണ് 3 ബാത്റൂമിനെ കുറിച്ച് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ പറഞ്ഞതല്ല. എനിക്ക് പെർമിഷൻ ഞാൻ 3 ബാത്റൂം വേണം. ഞാൻ എന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത ആളാണ് ഞാൻ. 3 ബാത്റൂം എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ബാത്റൂം ഒരു മിനിറ്റ്, എനിക്കത് പുതിയ അറിവാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് 3 ബാത്റൂം? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചോ? ടോയ്ലറ്റ്, ബാത്റൂം അല്ല ടോയ്ലറ്റ്. ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിച്ചോ? ചോദിച്ചു. അവര് പറയുന്ന പറയാ അതൊന്നല്ല ഞങ്ങളുടെ നിയമമാണ്. അവരെന്താ പറഞ്ഞത്? 3 വേണം. അത് നിയമത്തിലുള്ളതാണോ? അതെ, അവര് പറയുന്നത് ഞങ്ങളുടെ എനിക്കറിയില്ല നിയമം. നിങ്ങൾ ചോദിച്ചോ? ചോദിച്ചപ്പോ അവര് പറയുന്നത് നിങ്ങൾ നിയമം ഒന്നും അന്വേഷിക്കേണ്ട, ഇതാണ് ഞങ്ങളുടെ, അല്ലെങ്കിൽ നമ്പർ തരില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ മുകളിലുള്ള ഏതെങ്കിലും അതോറിറ്റിയുടെ അടുത്ത് പോയോ? എന്ത് പോയാൽ അവര് തരില്ല, നമ്പർ തരില്ല. പഞ്ചായത്തിന്റെ ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമ്മളടുത്ത് ഒരാള് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുത് എന്ന് നോ പാർക്കിംഗ് ബോർഡ് ഉള്ളിടത്ത് ഇവിടെ പാർക്ക് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇല്ല അങ്ങനെയല്ല. ഒരു സാധാരണ താങ്കളോട് ബഹളം വെക്കാനോ സാമൂഹിക വിഷയങ്ങളെ ഞാൻ അല്ലല്ല എന്റെ രോഷം. നിങ്ങൾ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ പോലെ അപ്ലോഡ് ചെയ്ത് ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഇത്രയൊക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക. എന്നെ സംബന്ധിച്ച് സാമൂഹ്യ വിഷയം എന്ന് പറയുന്നത് ഒരു നാട്ടിലുള്ള നിയമം, അതിൽ നമുക്ക് ഇളവ് വേണമെങ്കിൽ അത് ഇവിടെ നിയമത്തിൽ മാറ്റം വരുത്തിയാലേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം, ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കേരളത്തിലുള്ള ഒരു 80% ജനങ്ങളും എന്താ വായെടുത്താ പറയുന്ന അറിയാം? ഗവൺമെന്റ് മദ്യം കൊണ്ടും ലോട്ടറി കൊണ്ടാണ് ജീവിക്കുന്നത്, വരുമാനം സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ടോ താങ്കള്? അത് വിമർശനാണ്.
വിമർശനമല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് വിമർശനാണ്, അത് ശരി. അത് 80% ആൾക്കാർ എങ്ങനെയല്ലേ പറയുന്നത്? ആണ്. ഈ ചാനൽ ചർച്ചകള്, എല്ലാ ചാനൽ ചർച്ചകളും കാണുമ്പോൾ ഈ ചാനൽ ചർച്ചയിൽ വരുന്ന ആൾക്കാർ കേരളത്തിന്റെ ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലേ? ഞാൻ പല ആൾക്കാര്, ഏത് പേര് വരെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, എല്ലാ ചാനലിലും ഇത് ഡിബേറ്റുകൾ കാണാറുണ്ട്. സാമൂഹിക വിഷയങ്ങളെ പറ്റിയിട്ടുള്ളത്, സാമൂഹിക വിഷയങ്ങളെ പറ്റിയിട്ട് വരുന്ന കാര്യങ്ങൾ ഓരോരോ പാർട്ടിക്കാരത്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ ഏത് പാർട്ടിക്കാരനാണോന്നോ ആർക്കും അറിയില്ല. എന്റെ പാർട്ടി ഞാനിപ്പോ ഒരു ഓഫീസിൽ ചെല്ലണെങ്കിൽ, ഒരു പഞ്ചായത്തിൽ ഒന്നും വേണ്ട, ഒരു കോപ്പറേറ്റീവ്, അതായത് സാധാരണ ഇതിൽ വന്നിട്ട് എനിക്കൊരു ലോൺ പാസ്സാവെന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഏത് പാർട്ടിന്നാ നോക്കുക. മനസ്സിലാവിടെ? ഇവിടെ കേരളത്തില് നോക്കൂല. ഇല്ലില്ല, അങ്ങനെയില്ല. ഞാനിപ്പോ BJP കാരനാണെങ്കിൽ കോൺഗ്രസ്സുകാരന്റെ അവൻ ചെയ്തു തരും. അതുണ്ട്, നിയമപരമായിട്ടാണ് ചെയ്തു തരും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ ഞാൻ ഇവിടെ ഒരു മിനിറ്റ് ഞാനിവിടെ എവിടെ പോയിട്ട് കഴിഞ്ഞാലും നമ്മൾ റെക്കമെൻഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നേരായിട്ട് കാര്യമാണ് അവിടെ ഏത് പാർട്ടിക്കാരായാലും. ഞാനിപ്പോ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ, ഇവിടുത്തെ ആൾക്കാര് കോൺഗ്രസിന്റെ ജാഥയ്ക്കും പോവും, BJPയുടെ ജാഥയ്ക്കും പോകും. നാളെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ വെട്ടിക്കൊല്ലും. അവൻ കോൺഗ്രസ്സുകാരന്റെ ജാഥയ്ക്ക് വരും, അവൻ കോൺഗ്രസ്സുകാരനാണ്. നമ്മുടെ ഇതാണ് നാട്ടിലുണ്ടല്ലോ സാധാരണ ആൾക്കാര്. ഇല്ല, നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റില്ല. നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലായിരിക്കാം. നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാം കേരളത്തിലെ പൊതു പ്രശ്നമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ നാട്ടില്, ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. എന്റെ അവസ്ഥ, ഞാൻ എന്റെ നാട്ടിൽ ഞാൻ ജനിച്ച് വളർന്ന് നമ്മളൊക്കെ എന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഞങ്ങൾ വള്ളി സവസറിട്ട് നടന്ന കാലങ്ങളാണ്, ഓടി നടന്ന സ്ഥലത്ത്. അപ്പൊ ഞാൻ എന്റെ ആ സ്ഥലത്ത്, അതായത് ഒരു വില്ലേജാണ്, ആ വില്ലേജിന്റെ അവിടെ ഒരു കടയിൽ രാത്രി ഒരു 8 മണി അടുത്ത് വന്നിട്ട് ഞാൻ സാധനം മേടിക്കാൻ വന്നപ്പോ എന്റെ വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാനായിരുന്നു. അപ്പൊ 2 പിള്ളേര് ഇങ്ങനെ നിക്കുക. അപ്പൊ എന്നോട് പറയാം, ഞാൻ ഹോർൺ അടിച്ചു, അവൻ സൈഡിൽ റോട്ടിൽ നിൽക്കുക, ഹോർൺ അടിച്ചു മാറണില്ല. അപ്പൊ ഞാൻ വെച്ചിടാ മാറടാന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അവൻ മാറി. എന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുക. അപ്പൊ ആ കടക്കാരൻ വന്നിട്ട് എന്നോട് പറയാ, ചേട്ടാ അവരോട് വർത്താനം പറയല്ലേ, അവര് കഞ്ചാവാണ്. എന്നോട് രഹസ്യമായിട്ട് ബാംഗ്ലൂർ സിറ്റിയിലെ ഒരാളുടെ മെക്കെട്ട് കയറാൻ. ശരി, എന്തായാലും നമുക്കിത് നിർത്താം. കേരളത്തിലേക്ക് കഞ്ചാവ് വരുന്ന മുഴുവൻ ബാംഗ്ലൂരിൽ നിന്നാണ്. താങ്കൾ അവിടെ ജീവിക്കുന്നത്, താങ്കളെ ഈ മതവിമർശനം വിട്ടിട്ട് സാമൂഹികമായ ഒരു രീതി സാധാരണക്കാർക്ക് മലയാളി സമാജം എന്താ ചെയ്യേണ്ട വെച്ചാല്, ബാംഗ്ലൂരിൽ നിന്ന് മലയാളികൾ കണക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് MDMA കേരളത്തിലേക്ക് വരുന്നത് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നാണ്. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല. അത് ഇന്നലെ ഞാൻ ആചാര്യ കോളേജിൽ ഒരു സംഭവം ഉണ്ടായി. അത് ഇവിടെ മലയാളീസ് അത് ഉണ്ടാക്കാൻ നോക്കണം. അത് കേരളത്തിൽ നിന്ന് വന്ന് പിടിക്കുക. താങ്കൾ കണ്ടിരുന്നു അത് ന്യൂസ്? ആചാര്യ കോളേജില് ഓണാഘോഷം നടത്തിയിട്ട് 4 പേര് ഒരുത്തനെ കുത്തി. അത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട്, ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കോളേജിൽ. നിങ്ങൾ നാട്ടിൽ നിന്ന് പോയതല്ലേ? നിങ്ങൾ മലയാളിയല്ലേ? അതെ, മലയാളിയായിട്ട് 20 വെച്ച് വന്നാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നാട്ടിൽ തിരിച്ചു വന്നു. എന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റാണ്ട് വീണ്ടും മടുത്തിട്ട് തിരിച്ചു വന്നൊരു വ്യക്തിന് ഇവിടുന്ന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത പല കേസിലും കുണ്ടാമ്പണ്ടിയിലും പെട്ടവരും ഇവിടുന്ന് തോന്നിയ പോലെ ജീവിക്കാനുള്ളവരും കുറെ പേര് ബാംഗ്ലൂർക്ക് അങ്ങോട്ടും പോകുന്നുണ്ട്. ഈ മലയാളീസ് പ്രശ്നങ്ങള് അതന്നെ പറയുന്നത്. സ്ഥലമായതുകൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നത്? അല്ലല്ല, അതിന് പറ്റുന്ന സമയമില്ല. ഇവിടെ വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തെണ്ടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് ഇവിടെ വരുന്നിട്ട് ഒളിച്ചു പറഞ്ഞിരിക്കുക. ഇവിടെ ആചാര്യ കോളേജിൽ മിനിഞ്ഞാന്നുണ്ടായ സംഭവമാണ്. മിനിഞ്ഞാന്ന് 4 പേര് കത്തിക്കുത്ത് ഓണാഘോഷത്തിന്റെ ഇടയില്. ഇവിടുത്തെ ആൾക്കാർ ഓണാഘോഷം നടത്തിയിട്ട് കത്തിക്കുത്ത് നടത്തുമോ? എന്തിനും ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ പേരും കൂടി നശിപ്പിക്കാനാക്കണം. ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ഇവിടത്തെ ഉള്ള ആൾക്കാര് നടത്തിയത്. ഇവിടെ ഓണാഘോഷത്തിന് കത്തിക്കുത്ത് നടന്നത് എന്റെ അറിവിലില്ല കേട്ടോ കേരളത്തില്. ഓണാഘോഷം കത്തിക്കുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം നിങ്ങൾ ഓണാഘോഷത്തിന് കത്തിക്കുത്തിനുള്ളവർ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പറഞ്ഞ എന്തിനാ? അവിടെ ആയിരിക്കും സൗകര്യം. ഇവിടെ വന്നിട്ട് ചെയ്യുന്ന അവര് തമ്മില് അത് പഠിക്കാൻ വരുന്നല്ലേ ലിയാക്കത്തെ ഇവിടെ പഠിക്കാൻ വരുന്ന പറഞ്ഞിട്ട് തോന്നിവാസം കാണിക്കാനാ വരുന്നത്. തോന്നിവാസം കാണിക്കാനാ വരുന്നത്. പറഞ്ഞ സാധനം മൊത്തം പൊളിച്ചു. അതായത് എന്ത് പൊളിച്ചു? അവിടെ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഇവിടെ വന്നിട്ട് കാണിക്കുന്നു ഞാൻ പറഞ്ഞേ. പഠിക്കാൻ വരുന്ന പിള്ളേർ പഠിക്കണം.
മനസ്സിലുണ്ട്. അത്രയും ഞാൻ പറയുന്നത്. താങ്കള് ഇതിനെ പറ്റി ഒരു അല്ല, വീഡിയോ ഞാൻ ചെയ്യോ? പറഞ്ഞത് ഇവിടുന്ന് തോന്നിയാസത്തിന് വേണ്ടി കുട്ടികൾ വരുന്നത് ബാംഗ്ലൂർക്കാണെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളതിനേക്കാൾ സൗകര്യം ബാംഗ്ലൂർ ഈ തോന്നിയാസത്തിന് ഉണ്ടെന്നല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ? അവിടെ ചെയ്യുന്ന തോന്നിയാസം ഇവിടെ വന്നിട്ട് അല്ല, ചെയ്യുന്നു. ഇവിടെ ചെയ്യാൻ പറ്റൂലാത്തോണ്ടാണ് അങ്ങോട്ട് വരുന്നതേ. അപ്പൊ ഏത് അല്ലല്ല, അതല്ല. അവിടെ നാട്ടിലാണ് നിങ്ങൾ തിരിച്ചു മറിക്കല്ലേ. ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന രീതികൾ ഇവിടെ വന്ന് ചെയ്യുന്നു. ഞാനിത് ആളുകൾക്ക് അല്ല, നിങ്ങൾക്ക് കേട്ടോട്ടെ. നിർത്തിക്കോ, അല്ലാതെ എനിക്ക് നമുക്ക് കുഴപ്പമില്ല. ഇതിനകത്ത് എന്താ കാരണം പറയാനുള്ളത്? സാമൂഹിക നീതി, നിങ്ങളെ മതവിമർശനത്തിനേക്ക് ഉള്ളു ഇതിനെ പറ്റി ചിന്തിക്ക്. മദ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ലോട്ടറിയുടെ കാര്യം പറഞ്ഞു. മദ്യം നിങ്ങൾക്ക് ഗവൺമെന്റിന് പറഞ്ഞൂടെ? നിങ്ങൾ ഇതേമാതിരി ബാധ്യതരണം. മദ്യം കുടിക്കാം, സിഗരറ്റ് വലിക്കാം, എല്ലാം വലിക്കാം. അത് ഒരു സാധാരണക്കാരൻ മദ്യത്തിന് വില കൂടുതലാണ്. കത്തിക്കുത്താനും ബാംഗ്ലൂർ പിന്നെ മയക്കുമരുന്നൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബാംഗ്ലൂർക്ക് പോവാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നം. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളെല്ലാ കാര്യത്തിലും നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും രാത്രി തൊട്ട് വൈകുന്നേരം വരെ. ഞാനിപ്പോ ഒരു വർഷമായിട്ട് നിങ്ങളിത് കേട്ടിട്ട് ഞാൻ എന്റെ മതത്തിനോട് ഞാൻ പറയും. എന്റെ മതത്തിലുള്ള നമ്മളുടെ കുറെ ദുരാചാരങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും നമ്മളുടെ ഹിന്ദു മതത്തിലുണ്ട്. അത് മാറ്റണം. ഞാൻ എന്റെ സമുദായത്തിൽ പ്രമുഖ വ്യക്തികളോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പൊ നാട്ടിൽ വന്നപ്പോ. എന്റെ കുടുംബക്ഷേത്രത്തിൽ നടത്തുന്ന പരിപാടികളുണ്ട് ഓരോന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മരിച്ചുപോയ ആൾക്കാരെ പ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്. അപ്പൊ അതിനെ കുറെ പൂജാരിമാരെ വിളിച്ച് കാശ് ചെലവാക്കി അതിനെ പിടിച്ച് കുടത്തിൽ നിറയ്ക്കും. എന്നിട്ട് അതിന് ചാടിപ്പോയി പിന്നെ അതിനെ പിടിക്കാൻ നടക്കും. ഇതൊക്കെ ദുരാചാരാണ്. പിന്നെ തുള്ളല് ചാടല്, അത് ഒരു ദൈവത്തിനോട് നമുക്ക് നേരിട്ട് പറയണെങ്കിൽ അതിനൊരു വെളിച്ചപ്പാടിന്റെ ആവശ്യമില്ല. എന്തിനാ? എനിക്ക് നേരിട്ട് ദൈവത്തിനോട് പറഞ്ഞൂടെ? ശാന്തി എന്തിനാ? പിന്നെ ഞങ്ങളുടെ നാട്ടില് എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഇപ്പൊ ഒരു പുതിയ പരിപാടിയാ, മാസപൂജ. ആ പൂജ, കർക്കടമാവിന് ഒരു പൂജ, അത് വെച്ച് എന്നിട്ട് നമ്മളെ തലയിലിരിക്കുന്നു എല്ലാ കാശും മേടിക്കുന്നത്. ഇതിനൊക്കെ ഞാൻ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. വിശ്വസിച്ചോ? വിശ്വാസം വേണം. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പാടില്ല. പരമശിവൻ എങ്ങനെയാ ശിവലിംഗം ഉണ്ടായതിന്റെ ഉൽപ്പത്തി താങ്കൾക്കറിയോ? നമുക്ക് നിർത്താം. ഇത് പറയോ? അല്ലല്ല, ഇത് പറയോ? നിങ്ങള് മുസ്ലിമിന്റെ, നിങ്ങളെ ഇസ്ലാമിന്റെ കാര്യമല്ലേ പറയുന്നത്? ഞങ്ങളുടെ ഹിന്ദു മതത്തില് ശിവലിംഗം ഉണ്ടായതിന്റെ ചരിത്രം താങ്കൾക്കറിയോ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറയോ? ഓപ്പണായിട്ട് പറയാ. എന്തിനാ അത്? ഓരോ തരം വിശ്വാസങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞ എന്നെ ആരും ഇത് ഇല്ല. താങ്കൾ പറഞ്ഞ അത് പ്രശ്നവും. എന്താ പ്രശ്നം? താങ്കൾക്ക് അറിയുന്ന വെച്ചാൽ പറഞ്ഞോളൂ. എന്താ അതിന്റെ പ്രശ്നം? എന്താണ്? എന്താ ഞാൻ പറഞ്ഞ പ്രശ്നം? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒരു മുസ്ലിം എന്നുള്ള നാമധാരി എന്നുള്ളതില്, നിങ്ങൾ എക്സ് മുസ്ലിം എന്നുള്ളതിൽ അത് ഇഷ്യൂ ആവും. പക്ഷെ ഞാൻ പറഞ്ഞ അത് ഇഷ്യൂ ആവില്ല. മനസ്സിലാവുണ്ടാ? ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു മത വിശ്വാസിന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആവില്ല. താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മുസ്ലിം അങ്ങനെ പറഞ്ഞു ഇഷ്യൂ ആവും. ശിവലിംഗത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണെന്ന്. എന്നിട്ട് അതില് 100 ഹിന്ദുക്കളുണ്ടെങ്കിൽ ഒരു 98% ഹിന്ദുക്കൾക്കും ഈ ശിവലിംഗത്തിന്റെ ഉൽപ്പത്തിനെ എന്തെന്ന് അറിയില്ല. ഞങ്ങളുടെ ഇതിലുണ്ട് കുറെ അനാചാരങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിനെ ശക്തമായി, താങ്കളുടെ വീഡിയോ കണ്ടിട്ടാണ് ഇതിനൊക്കെ ഞാൻ ഭയങ്കര ഒരു ഈശ്വര വിശ്വാസിയാ. പക്ഷെ താങ്കളുടെ ഇതില് ഞാൻ എല്ലാ വീഡിയോ രാത്രി 12 മണി 1 മണിയായാലും ഞാൻ ഇയർഫോൺ വെച്ച് താങ്കളുടെ കഴിഞ്ഞ എല്ലാ വീഡിയോയും കാണും. ഇന്നലെ കണ്ട വിഷയം കൂടെ ഉണ്ട്. നിങ്ങള് ഇതന്നെ ലുലുമാളിന്റെ എന്തോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഡെയിലി ഞാൻ 2 മണിക്കൂർ താങ്കളുടെ ലുലുമാളിന്റെ കേസ് പറഞ്ഞിരുന്നതാ. ലുലുമാളിന്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഇത് ബാധിച്ചോളൂ. അതിനെപ്പറ്റി ഇതായില്ല. ഓരോ സ്ഥലത്തിന്റെ കാര്യങ്ങള്, അതായത് ഇതിനെപ്പറ്റി ഇത് പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിളിൽ കൂടെ അങ്ങോട്ട് പോയി. അത് മനസ്സിലാവണ്ട. അല്ലാണ്ട് അത് അതിനെപ്പറ്റി രാഷ്ട്രീയമായിട്ടതല്ല. ഓരോ ഇതുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മതവിമർശനാണ്. മതവിമർശനവും സാമൂഹ്യ വിമർശനത്തിൽ ഒരു ഘടകമാണ്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മതവിമർശനവും സാമൂഹ്യ വിമർശനങ്ങളുടെ ഒരു ഭാഗമാണ്. അതൊരു മതവിഭാഗത്തിന്റെ മാത്രം. നമുക്ക് എല്ലാ മതങ്ങൾക്കും വേണ്ടിയുള്ള സാമൂഹ്യ നീതി വേണ്ടത്. ഞാൻ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. അതോടുകൂടി നമുക്ക് സാമൂഹ്യ നീതി വിമർശനം നടത്തുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലത്തെ പല കാര്യങ്ങളിൽ ഇപ്പൊ മദ്യവുമായി താങ്കൾ ഇതിൽ ഇടപെടുന്ന ഞാൻ പറയുന്നേ. കാരണം എന്താ ഇടപെട്ടാ? താങ്കൾക്ക് ധൈര്യമില്ലായികയാണോ? അതെ, എനിക്ക് ധൈര്യമില്ല. അപ്പൊ താങ്കൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രമുള്ള ധൈര്യമുള്ളൂ. അപ്പൊ പ്രശ്നം അല്ലല്ല, എനിക്ക് ഞാൻ താങ്കളുടെ ഇസ്ലാം മതത്തെ ശരി സംഭവം. കാരണം താങ്കൾ 2 മണിക്കൂറൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. ഞാനിപ്പോ കാര്യങ്ങള് ഇപ്പൊ ആളുകൾ കേൾക്കട്ടെ. ജനങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് ജീവനോ സാമൂഹ്യ നീതി, മതവിമർശനത്തിന്റെ കൂടുതൽ ഇന്നലെ ഒരാള് വിളിച്ചിട്ട് താങ്കളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ കേട്ടാണ്.
നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കുറെ അമ്മമാരും ഇവരൊക്കെ അവരുടെ വിശ്വാസങ്ങൾ ഇതാവുകൊണ്ട് അവർക്ക് ആകപ്പാട് ഒരു പരിപാടി. അപ്പൊ താങ്കൾ ചോദിക്കുന്നുണ്ട്, താങ്കൾ ചോദിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദാവത്ത് നടത്തുന്ന ഈ ഒരു ഉസ്താദുമാരും അവരിത് ചെയ്തിട്ടില്ല, നിങ്ങൾ വീഡിയോ ചെയ്തിട്ടല്ലേ ജീവിക്കുന്ന കഴിഞ്ഞുകൂടെന്നൊക്കെ ചോദിച്ചിട്ട് അതിനെപ്പറ്റി ഒരു ഇത് നടത്തുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഉസ്താദുമാരായിട്ട് ഭയങ്കര കണക്ഷനുള്ള ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ വെറുതെ ഒരു സ്പെസിഫിക് കാര്യത്തിലല്ലാതെ വെറുതെ നമ്മൾ അങ്ങനെ ഞാൻ സ്പെസിഫിക് കാര്യം സംസാരിച്ച സാമൂഹിക നീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് സാമൂഹ്യ നീതി കമ്പയർ ചെയ്യുന്നത് കർണാടകത്തിനെ പോലെ കേരളത്തിനാക്കാൻ വേണ്ടി കർണാടക അങ്ങനെയല്ല പറഞ്ഞേ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. താങ്കൾ അതിൽ തിരിക്കുന്നത് സാമൂഹിക വിഷയങ്ങൾ കുറെ സംസാരിക്കാനുണ്ട്. ഞാനിപ്പോ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മതത്തിലാണ്, മതവിമർശനത്തിലാണ്. അത് കഴിയുമ്പോഴല്ലേ അത് സൗകര്യപ്രദമായ സമയത്ത് അതെന്നു തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് സൗകര്യം ലിയാക്കത്തെ പറഞ്ഞു തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല ഞാനേ കേൾക്കുന്നത് നിങ്ങൾ തമ്മിൽ അല്ലല്ല. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടായില്ല. അത് തിരിച്ചു പോന്നോ നിങ്ങളിങ്ങനെ മതത്തെ വിമർശിക്കുന്ന ആള് കെട്ടുമ്പോ അവിടെ അങ്ങനത്തെ രീതികൾ നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങൾ സംസാരിക്കുന്നത് എന്ത് ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ടില്ല. വേറെന്തെങ്കിലും ഉണ്ടോ? സോറി കട്ടായി പോയി. എനിക്ക് സമയമില്ല, ഞാൻ രാവിലെ ലിയാക്കത്തെ ഞാൻ ഇനിയൊരു സംഭവം പറയാം. ഇനിയൊരു സംഭവം എനിക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായ എന്റെ ഒരു ദുരവസ്ഥ. സുഹൃത്തെ, നമുക്ക് ഓരോ മനുഷ്യന്മാർക്ക് പല പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടാവുന്നുണ്ട്. ഞാൻ ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടാവുന്ന സാമൂഹ്യ വിഷയങ്ങളുണ്ടെന്ന്, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് എന്റെ ബിസിനസിന്റെ കാര്യത്തിലായാലും ബാക്കി കാര്യങ്ങളിലൊക്കെ. അപ്പൊ അതിനെ നമ്മൾ പൊതുവൽക്കരിച്ച് അതാണോ ഞാൻ സംസാരിക്കേണ്ടത്? നിങ്ങൾ വിചാരിക്കുന്നത് ഈ മതവും മതവിശ്വാസവും തീവ്ര മതവിശ്വാസവും മതവർഗീയതയും ഒന്നും ഒരു പ്രശ്നമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് ഞാൻ പറഞ്ഞില്ല ചങ്ങാതി ലിയാക്കത്തെ, എന്റെ ഹിന്ദു മതത്തിലും കുറെ അനാചാരങ്ങളുണ്ട്. ഹിന്ദു മതത്തിലെ അനാചാരമല്ല, ഹിന്ദു മതം തന്നെ അന്ധവിശ്വാസമാണ്. എന്താ പിന്നെ അതിൽ വേറെ എല്ലാ മതങ്ങളും അന്ധവിശ്വാസങ്ങളുടെ കൂടാണ് സംഭവിച്ചില്ലേ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാനൊരു ഉദാഹരണം ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. ശരി, അതോടൊപ്പം ഞാൻ എന്ത് ചെയ്യണോ അത് എപ്പോ ചെയ്യണം ഞാൻ തീരുമാനിക്കുന്ന സുഹൃത്തെ. തീരുമാനിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് പറയുന്ന കാര്യം താങ്കൾ ഒരു നല്ല ഇത് പറയുന്ന കാരണമാണ് താങ്കളോട് പറഞ്ഞത്. നിങ്ങൾ പറയാൻ ശ്രമിക്കുന്ന കമ്പാരിസണും നിങ്ങൾ പറയുന്നതൊന്നും വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് പറയുന്നതോ കണക്ക് വെച്ചിട്ട് പറയുന്നതോ അല്ല. നിങ്ങൾ പറയുന്ന ചില ഉദാഹരണങ്ങൾ തന്നെ വളരെ തമാശയാണ്. അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവാം, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ മഹാമോശവും കർണാടകത്തിലെ ജനങ്ങൾ മഹാസംഭവമായിരിക്കാം. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ കമ്പാരിസൺ ഇല്ല. അങ്ങനെയല്ല പറയുന്നത്. അതിനെ ഇതാക്കാൻ വേണ്ടി നിങ്ങളെ പോലെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ എന്താ പറഞ്ഞ ഇതിനകത്ത്? അല്ല, നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ എന്ത് ധൈര്യം? എന്നെ പോലുള്ള ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നവര്, രാഷ്ട്രീയം മാത്രം പറയുന്നവര്, ഇവിടുത്തെ നാട്ടിലെ കച്ചവടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുന്നവര്, സാമ്പത്തിക കാര്യങ്ങൾ പറയുന്നവര്, സാമൂഹ്യ വിഷയം പറയുന്നവര്, മതം പറയുന്നവര്, മതത്തെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഏരിയ ഈ മതവിമർശനമാണ് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ നീതിയല്ലേ? സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയ ബോധവുമായി ബന്ധപ്പെട്ട്, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് മതം. മാനവികത വിരുദ്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. മാനവികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യൻ ഏത് മതമായാലും അവന് വേണ്ട കാര്യമല്ല. നിങ്ങൾ പറയാം ഞാൻ അതിന് നിങ്ങളുടെ മാനവികതനെ ഞാൻ എന്റെ ചെയ്യട്ടെ. ഒരു മിനിറ്റ്, നിങ്ങളെ മാനവികത ഉണ്ടല്ലോ, അതേ എന്റേതെന്ന് വെച്ചാൽ ലോക സമസ്ത സുഗുണ ഭവന്തോ. അതിന്റെ മുമ്പത്തെ ശ്ലോകം കൂടി ഒന്ന് ചൊല്ലിക്കാൻ കേക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ ചൊല്ലാൻ അറിയില്ല. എനിക്കറിയുള്ളൂ മുമ്പിലത്തും പിന്നിലത്തും. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ബ്രാഹ്മണാക്കണ്ട. അത് ലോക സമസ്ത സൂനോന്തോ എന്ന് പറയുന്നത് വേണ്ട. ലോകത്തിലുള്ള ശ്ലോകം എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അല്ലല്ല, അതിന്റെ മുന്നിലത്തെ പിന്നിലത്തെ എടുക്കണ്ട.
അപ്പൊ നിങ്ങളോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ അറബി വായിക്കുമ്പോൾ ഞാൻ എടുക്കുമല്ലോ, ഞാൻ മുന്നത്തി അതല്ല ഞാൻ പറയാം, എനിക്ക് അതിനെ പറ്റി അറിയണ്ട. നമ്മൾ മതത്തെ പറ്റി സംസാരിക്കണ്ട. നിങ്ങൾ മാനവികത ഞാനതിനെ സമഗ്രമായിട്ട് എടുക്കുക. മാനവികത എന്ന് പറഞ്ഞാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു പറയുന്നത് ബ്രാഹ്മണനും പശുവിനും ഐശ്വര്യം വരുമ്പോണ്ടാവുന്ന സുഖമല്ല. അല്ലല്ല, അത് മുന്നത്തല്ല. ഇതിന്റെ ഉത്തരം പറയാം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ലോകത്തിന് എല്ലാവർക്കും ഐശ്വര്യ സുഖം ഉണ്ടാവട്ടെ, അത് എപ്പോഴാണ് പറയുന്നത് ലോകത്തില്? അത് പറയണ്ട, കാലം വേണ്ട, കാലം വേണ്ട, അത് വേണ്ട. ഇത് നിങ്ങൾ മാനവികത എപ്പോ ഉണ്ടാവും? മാനവികത ഉണ്ടാവണമെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു ഒന്നും എടുക്കണ്ട. അത്ര തന്നെ അത് വിചാരിച്ചാൽ മതി. ഞാൻ വേറൊരു വിശ്വാസത്തിൽ ഞാൻ പോയിട്ട് അയ്യോ എന്റെ പിള്ളേര് വലിയ നിലയാണ്, എനിക്ക് 4 നില വീട്, അങ്ങനെയൊന്നുമില്ല പ്രാർത്ഥിക്കുക. അത് ഇത്ര തന്നെ. അത് ഏറ്റവും മനസ്സിന് സുഖം, ശരീരത്തിന് ശക്തി തരിക. ഏത് വിശ്വാസമായാലും ഇത് രണ്ടുമാണ് എന്റെ മന്ത്രം. ഒരു വർഷമായിട്ട് അതിലെത്തിപ്പെട്ടെന്ന് താങ്കളുടെ വിമർശനം കേട്ടിട്ടാണ്. മനസ്സിലാവണ്ടാ? താങ്കളുടെ വിമർശനം, ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ ഗുരുവായൂർ അതൊക്കെ നിർത്തി ഞാൻ. അമ്പലങ്ങളിൽ പോണ പരിപാടി നിർത്തി. കാരണം എന്റെ വീട്ടിലെല്ലാ പൂജ റൂമിലും അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങളെ പ്രഭാഷണം നടത്തേണ്ട ലിയാക്കത്തെ നിങ്ങളെ ശുഭം എന്താണ് ശുഭം ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയൊരു കാര്യം ഇവിടത്തെ അമ്പലങ്ങൾ. അതെ, എനിക്ക് സമയം നിങ്ങൾക്ക് എന്തൊക്കെയോ പറയണം തോന്നുന്നു, അതിങ്ങനെ പറയുന്നു. ഇവിടെ ഒരു വ്യത്യാസം. ഇവിടെ ഏത് അമ്പലങ്ങൾക്കും ആർക്കും വേണമെങ്കിൽ കയറാം. ഒരു അഹിന്ദുക്കൾക്ക് ഷർട്ട് ഇട്ട് കയറാം, അഹിന്ദുക്കൾക്ക് പ്രവർത്തനമില്ല ഒരു അമ്പലത്തിൽ എഴുതി വെച്ചില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാംഗ്ലൂരും ഇവിടെ വരുമ്പോ അറിയോ ഏതെല്ലാം വില്ലേജ്, ഏതെല്ലാം തുംകൂര്, കോലാർ, എല്ലാ പ്രദേശങ്ങളും ഞാൻ പോയിട്ടുണ്ട്. എന്ത് ഇപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവം ഉണ്ടാവില്ലേ, ഒരു മുസ്ലിം കുട്ടി ഗുരുവായൂർ കയറുന്നതായിട്ട് എന്തൊക്കെയാ പ്രശ്നങ്ങള്, അതുകൊണ്ട് എന്തുണ്ടാവണ്? കുറെ കാശ് ചെലവായി ദേവസ്വത്തിന്. അല്ലാണ്ട് എന്താണ്, ആ കുട്ടി അവിടെ കയറി അറിയാണ്ട് എത്ര പേര് കയറുന്നുണ്ട്. ഞാൻ തൃപ്രാർ അമ്പലത്തിൽ ഒരു കല്യാണത്തിന് വന്നു. ഇതൊക്കെ ആരുടെ കുഴപ്പമാണ്? മലയാളികളെ മൊത്തത്തിലുള്ള പ്രശ്നമാണോ? അല്ല, അവിടുത്തെ രാഷ്ട്രീയക്കാരും ഒരു വിഭാഗങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ എന്ത് മതവിമർശനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുവോ? സാധാരണ ജനങ്ങൾക്ക് മാനവികത വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിച്ച് നേരെയാക്കാൻ ഗവൺമെന്റിന് ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പോഴും പറയുന്നത്, CPM-ഉം കോൺഗ്രസും BJP മൂന്നും കൂടി ഒരുമിച്ച് ഭരിച്ചാലും കേരളത്തെ നന്നാക്കാൻ പറ്റില്ല. മനസ്സിലാവണ്ടാ? പറ്റില്ല. 3 കൂട്ടർ ഒരുമിച്ച് ഭരിച്ചാലും. പിന്നെ അവിടെ കുറെ ചെറിയ കടകൾ ഇഷ്ടം പോലെ ഇതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നങ്ങളില്ലാണ്ട് ഞങ്ങൾ ഒരാളും വഴിയിൽ തടഞ്ഞു നിർത്തില്ല. ഒരു പ്രശ്നങ്ങളും ഞങ്ങള് ജീവിക്കുന്നുണ്ട് 40 വർഷമായിട്ട്. ഞാൻ 40 വർഷമായിട്ട് പിള്ളേരായിട്ടും ഭാര്യയും കുട്ടികളായിട്ട് നമുക്ക് ഒരുപാട് ജനങ്ങളെ നമുക്ക് പ്രശ്നമുണ്ട്. ഒരാളും എന്തെങ്കിലും പേപ്പർ എടുത്ത് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ? 15 ലക്ഷം ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രമല്ല ഞങ്ങള്. ഏതെങ്കിലും ഒരു മലയാളി തണ്ടി തരത്തിന് പോയിട്ട് പേപ്പറിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് കേരളത്തിൽ എങ്ങനെയാണ് എന്നും ഒരേതാണ്. കുത്തിക്കൊന്നു, ഇത് ചെയ്തു, കള്ളുടിച്ചു, MD ആണ്. ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വായ തുറക്കണം, സംസാരിക്കണം. അതിന്റെ കൂടെ അപ്പൊ ജനങ്ങള് നിങ്ങൾക്ക് മതം വിട്, ഏത് മതം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അവർ പൊക്കോട്ടെ. നിങ്ങൾ പിന്നെ കുക്കു സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ കർണാടകത്തില്? ഏത് കുക്കു സുബ്രഹ്മണ്യ ക്ഷേത്രം? കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം കേട്ടിട്ടല്ല, ഞാൻ അവിടെ ഇഷ്ടം പോലെ പ്രാവശ്യം പോയിട്ടുണ്ട്. നിങ്ങൾ കാട്ടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കേട്ടിട്ടുണ്ടോ? അല്ലല്ല, നിങ്ങൾ അവിടുത്തെ പിന്നെ ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടത്തിന്റെ മുകളില് കടന്നു തീർന്നിട്ടുണ്ടോ? നിർത്തിച്ചില്ലേ? അത് നിർത്തിച്ചു. അവിടെ അപ്പൊ ഇവിടെ BJP ഭരണത്തിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു, നിർത്തിച്ചില്ല. താങ്കൾ ഒരു കാര്യം ചോദിക്കുന്നത് കേൾക്കോ? ഞാൻ കുക്കേന്ന് കേട്ടിട്ടുണ്ട്, ഘാട്ടി സുബ്രഹ്മണ്യം കേട്ടിട്ടുണ്ട്. 2 പ്രധാന ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ. ഘാട്ടി എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യ ക്ഷേത്രം. എന്നിട്ട് എന്തിനാണ് BJP ഇവിടെ പിന്നെ ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയത്? ഏത് ശബരിമലയിൽ? എവിടെ? കേരളത്തില്? പറയും ലിയാക്കത്തെ ഞാൻ സംസാരിക്കുന്ന കാര്യം ബ്രാഹ്മണന്റെ ഉച്ചിഷ്ടത്തിന് മുകളിൽ കടന്നുരുളുന്നതിനെ നിർത്തിച്ചില്ല. അത് BJP ഭരണകാലത്തല്ലേ നിർത്തിച്ചില്ലേ? അതേ BJP കേരളത്തില് ശബരിമലയില് സ്ത്രീകളെ പ്രവേശിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടപ്പം അതിനെതിരെ ഇവിടെ കലാപം ഉണ്ടാക്കിയത് എന്തിനാന്ന്? അത് എന്തിനു കലാപം ഉണ്ടാക്കി? കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ല. അത്
കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെ, അപ്പൊ അത് ചെയ്തത് BJP അല്ലേ? ഏത് താങ്കൾ എന്തിനാ BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞ അപ്പൊ BJP അല്ല, അപ്പൊ ഇവിടെ BJP ഭരിച്ചിരുന്നത് അല്ല, ഇവിടെ കേരളം ആരാ ഭരിച്ചിരുന്നത്? അല്ല, അപ്പൊ BJP ഭരിച്ചിരുന്നത് ഇവിടെ കർണാടകത്തിൽ BJP ഭരിച്ചിരുന്നത്, അപ്പോഴല്ലേ നിർത്തിയത്? അനാചാരാണ്. അപ്പൊ ഇവിടുത്തെ എന്തോ നിർത്തിക്കാത്ത അല്ല, ഇവിടെ സമ്മതിക്കാത്തത് BJP അല്ലേ? സ്ത്രീകൾ കേരളത്തിലുണ്ടല്ലോ താങ്കളെ പോലെയുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റില്ല. അല്ല, ഇത് പറയൂ, താങ്കളെ ശബരിമലയിൽ കയറണ്ടെന്ന് BJP കഥ ഞാൻ ഇവിടെ കഥ പറഞ്ഞു. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു, അതിനും മറുപടി ഞാൻ വ്യക്തമായി പറഞ്ഞു. അത് അനാചാരാണ്. ഞാനും അതിനെതിരെ. ശബരിമലയിൽ സ്ത്രീകളെ തടയുന്നതോ? കേരളത്തിലുണ്ടല്ലോ ശബരിമലയില് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന കോടതി ഉത്തരവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്ത്? അത് ഇതിൽ കിടക്കുന്ന കാര്യമല്ല, സുപ്രീം കോടതിയിൽ കിടക്കുന്ന കാര്യമല്ല. ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. എന്താ അഭിപ്രായം ഇല്ലാത്ത? കാരണം എന്തിനാ? അതൊക്കെ കോർട്ടിൽ കിടക്കുന്നതല്ലേ. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന തീരുമാനം ഞാൻ അംഗീകരിക്കും. ഞാൻ അതിന് പ്രതിഷേധത്തിന് പോവില്ല. ഞാൻ ചോദിച്ചത് അതല്ല, സ്ത്രീകളെ പ്രവേശിപ്പിക്കണോ വേണ്ടേ? കാരണം കോർട്ടിൽ കിടക്കുന്ന കാര്യം. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ യേശുദാസിന് പാടണം എന്ന് ആഗ്രഹമുണ്ട്. അത് അനുവദിക്കേണ്ടതല്ലേ ശരിക്കും? തീർച്ചയായും അനുവദിക്കേണ്ടതാണ്. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കേണ്ടത് തന്നെയല്ലേ? അത് കോർട്ടിൽ കിടക്കല്ലേ? ചെറിയ ഒരു മിനിറ്റ് അമ്പലത്തിലെ കാര്യം തീരുമാനം കോട്ടല്ലേ, പിന്നെ ശബരിമല കാര്യം സുപ്രീം കോടതിയിൽ കിടക്കണം. അത് വിശ്വാസ സ്വാതന്ത്ര്യമാണ്. എല്ലാവർക്കും ഗുരുവായൂർ തന്നെ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് യേശുദാസ് ഒരു കംപ്ലൈന്റ് കൊടുക്കട്ടെ, അപ്പൊ കോർട്ട് തീരുമാനിക്കട്ടെ. എന്റെ അഭിപ്രായത്തിൽ ഗുരുവായൂർ യേശുദാസിന് കയറ്റണം, തൊഴാനുള്ള സാഹചര്യം കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരി ആയിക്കോട്ടെ, കോർട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവസാനം ഇത് കോർട്ടല്ലേ തീരുമാനിച്ചാണല്ലോ. പിന്നെ അത് സ്റ്റേ ചെയ്തിരിക്കില്ല. സ്റ്റേ എന്ന് പറഞ്ഞാൽ അതിന് തീരുമാനമായിട്ടില്ല. തീരുമാനം വരുമ്പോ തീരുമാനം വന്നു കഴിഞ്ഞിട്ട് അതിനെ പറ്റിട്ട് ചിന്തിക്കാം. ഇപ്പൊ ഗുരുവായൂരത്തെ കഥ പറഞ്ഞു ഞാൻ. ഇതിനെപ്പറ്റി ഞാൻ ഗുരുവായൂർ അമ്പലത്തില് ആ മുസ്ലിം കുട്ടി കടന്നതിന് ഞാൻ എതിരല്ല പറയുന്നത്. അതിന് ഇത്ര കോലാഹലം നടത്താം. യേശുദാസിനെ കടത്തണം. മതം ഭയങ്കര പ്രശ്നമാണ് കേരളത്തിലെ. കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പിന്നിൽ പോലും അല്ലല്ല മതങ്ങളല്ല, രാഷ്ട്രീയം മതവുമാണ് രണ്ടും നശിപ്പിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലാണ് ജീവിച്ചോളൂ. അത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ മടുത്തിട്ട് പോകുന്ന ചങ്ങാതിയെ ലിയാക്കത്തെ മലയാളീസിനോട് ചോദിച്ചു നോക്ക്. താങ്കള് ഇവിടെ 15 താങ്കള് എന്താ പറയാ മാനവികതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളല്ലേ. അപ്പൊ മാനവികത എന്ന് പറഞ്ഞിട്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടി നിങ്ങൾ വാദിക്കണം. ഒരു ഇസ്ലാം മതത്തിന് മാത്രമല്ല താങ്കള് ഉത്ബോധിപ്പിക്കുന്നത്. അപ്പൊ മാനവികത എന്ന് പറയാൻ പോലെ. അപ്പൊ താങ്കളെ ഒരു മിനിറ്റ് സമയമല്ല, കാര്യം പറയുമ്പോൾ നിർത്തിനോടരുത്. അല്ലല്ല ലിയാക്കത്തെ കാര്യം പറയുമ്പോൾ ഇതല്ല. താങ്കളെ എല്ലാ മതത്തിനും വേണ്ടിട്ട് ഞങ്ങൾക്കും വേണ്ടിട്ട് ഒരു ചെയ്യൂ. ഞങ്ങളുടെ സാധാരണക്കാര് എല്ലാ ജാതിയിലുള്ള എല്ലാ മതസ്ഥരും ഞാൻ 3 മതത്തിലും വിശ്വസിക്കുന്ന ആളാ. കാരണം ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ പറയണൊക്കെ ഞാൻ അതിൽ അന്ധവിശ്വാസത്തിലല്ല അല്ലെ. അത് അതിനോട് ഞാൻ താങ്കൾ പറഞ്ഞതിൽ അല്ലാതെ കൊടുക്കുന്നത്. ഞാൻ പറയാം അന്ധവിശ്വാസം അനാചാരങ്ങൾ ഹിന്ദു മതത്തിലുണ്ട്. ഞാൻ അതിനെ നിഷേധിക്കുന്നു. മതവിശ്വാസമാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം.
അത് കയ്യില് അത് പിന്നെന്താ വേറെ ചങ്ങാതി, അന്ധവിശ്വാസം? ഞാൻ ആ കാര്യത്തിൽ ഓരോരുത്തരുടെ വിശ്വാസത്തിന് വിട്ടുകൊടുക്ക്, അതാ അവരെങ്കിലും പറഞ്ഞ ജീവിച്ചോട്ടെ. വിടൂ. ഇപ്പൊ നമ്മൾ ഓരോ അത് ആളുകൾ വിട്ടോളൂ. ചെയ്യുന്ന താങ്കൾ പ്രവർത്തനങ്ങൾ അതിനേലും അവരവർക്ക് വലിയ വിട്ടുകൊടുക്കും. കാര്യം നിങ്ങൾ എന്റെ ആ സമയം എങ്ങനെ മതത്തിനേലും അപഹരിക്കല്ലേ? ഞാൻ കോള് കട്ട് ചെയ്യുന്ന മതത്തിനെ മര്യാദയാണ് വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇല്ലില്ല, ഞാനായിട്ട് ആ കട്ട് ചെയ്യാം, എന്റെ ഞാനായിട്ട് കട്ട് സമയം ചെയ്യാം. താങ്കൾ കട്ട് സമയം ചെയ്യണ്ട. നമുക്ക് അവസാനിപ്പിക്കാം. അതാ പറഞ്ഞത്. ഇത് താങ്കളോട് നമ്മളിങ്ങനെ എത്ര താങ്കളോട് പറഞ്ഞാലും താങ്കളോട് തീരാത്ത അപേക്ഷയാണ്. കുറെ ഈ ആക്ഷേപങ്ങളായിട്ട് ഇങ്ങനെ മതവിമർശനം വരുന്നത്. ഇപ്പൊ നടത്തുന്നതിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. മതവിമർശനം നടത്തുന്നതും സാമൂഹികമായിട്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ താങ്കൾ ഇടപെടൂ, അത് സംസാരിക്കൂ. മതവും സാധാരണക്കാർ മതവിമർശനം ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനമാണ്. ചെയ്യാൻ അധികം അത് ആളുകളില്ലാത്ത വളരെ അതിനേലും വലിയ ലിമിറ്റഡ് ആയിട്ടുള്ള സാമൂഹിക ആളുകൾ മാത്രം പ്രവർത്തനം. ചെയ്യുന്നത്. ഒരു മിനിറ്റ് അല്ലല്ല, പറഞ്ഞേക്കൂ. ബാക്കി രാഷ്ട്രീയം പറയാനും മതവിമർശനത്തിന് ഗോസിപ്പ് കൂടുതൽ പറയാനും സാമൂഹിക ബാക്കി ജീവിതം സാമൂഹ്യ നല്ല ഞാൻ മദ്യം പറയണൊന്ന് കേക്ക് കിട്ടാനായിട്ട് സുഹൃത്തെ. ജനങ്ങൾക്ക് നല്ല മദ്യം കിട്ടാനായിട്ട് ആ വില കുറവിൽ കൊടുക്കാനായിട്ട് താങ്കൾ സംസാരിക്കോ? അത് ഇവിടെ നിങ്ങൾ 40 ഉറുപ്പിക്ക് 90 ml അടിപൊളി വിസ്കി കിട്ടും. വൈകുന്നേരം ആകുമ്പോ 100 ഉറുപ്പ്യ 100 ഉറുപ്പ്യണ്ടെങ്കിൽ ഗവൺമെന്റ് കണ്ടില്ലേ 100 ഉറുപ്പ്യണ്ടെങ്കിൽ ഒരാൾക്ക് രണ്ട് പെഗ് അടിച്ച് ഒരു താറാമുട്ട കോഴിമുട്ട തിന്നിട്ട് വീട്ടിലേക്ക് പോകാം. അപ്പൊ 900 ഉറുപ്പ്യ അവന് ബാക്കി വെക്കാം. നാട്ടിലെങ്ങനെയില്ല, എന്നിട്ട് 650 രൂപ മദ്യത്തിന്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച് കേരളത്തിൽ അങ്ങനെ പിന്നെ ചക്കാത്തിന് കള്ള് കുടിക്കണ്ട. നല്ലോണം പൈസ ഉണ്ടാക്കി അധ്വാനിച്ചിട്ട് ആവശ്യമുള്ള മണി കുടിച്ചാൽ മതി. അതാ പറയുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട്. അത് നിങ്ങളെ പോലുള്ള ആൾക്കാർ അതിനുവേണ്ടി സഹകരിക്കോ? അതേമാതിരി തന്നെ ഇത് അപ്പൊ ഈ കിഞ്ചാവിന്റെ ഒഴുക്ക് നിൽക്കും. ഇത് കിട്ടാത്തവരാണ്. എന്റെ ഒരു ഞാൻ പറയുന്നത് ആ ഒഴുക്ക് കൂടുതലായിട്ട് വരുന്നത് ബാംഗ്ലൂർ വഴിയാണ്. അപ്പൊ ഇടപെട്ടിട്ട് ബാംഗ്ലൂർ മലയാളി സമാജം ഞാനിന്നാളെ ഹലോ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് സമയമില്ല സുഹൃത്തെ. ഞാൻ രാവിലെ ഓഫീസിൽ എനിക്ക് ഒരു കുപ്പി ഞാന് ഒരു കുപ്പി ബീർ മേടിക്കാനായിട്ട് ബീവറേജിൽ പോയി. അപ്പൊ 8:45 ഷട്ടർ ഇട്ടു. അപ്പൊ അവിടെ പോയിട്ടുണ്ടെങ്കിൽ 130 രൂപയ്ക്ക് ബീർ കിട്ടും. അപ്പൊ ഒരു ഷട്ടർ കിട്ടും, ഹാഫ് ഷട്ടർ കിട്ടും. അപ്പൊ ഞാൻ സമയം നോക്കി 8:45, 9 മണി വരെയാണ് സമയമുള്ളത്. അപ്പൊ അവര് പറഞ്ഞു ഇനി തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതേ മധ്യ 230 രൂപ കൊടുത്തിട്ട് ബാറി പൈ എടുത്തു. അന്യായല്ല അത്? 9 മണി എന്ന് പറഞ്ഞ 9 മണി വരെ. കർണാടകത്തിലാണെങ്കിലോ? കാരണം 12 മണി വരെ ഓപ്പൺ ആയിട്ട് ഷോപ്പുകളുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണം. പിന്നെ 9 മണി വരെ മറ്റേ MRP ഷോപ്പുകളുണ്ട്. നശിച്ച കേരളങ്ങൾ ബാംഗ്ലൂരിൽ സുഖമായിട്ട് ജീവിക്കാം. അത് പറയാൻ വേണ്ടി നിങ്ങൾ ജനങ്ങൾക്ക് ഞാനായിട്ട് കട്ട് ചെയ്യാം. താങ്കളായിട്ട് കട്ട് ചെയ്യരുത്, ഞാനായിട്ട് കട്ട് ചെയ്യാം. താങ്ക് യു ലിയാഖത്ത്.